വിപ്ലവം തീർത്തുകൊണ്ട് ഉദുമ ഡിവിഷൻ 32ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന്റെ ചാമ്പ്യന്മാരായിരിക്കും. പുതുചരിത്രം തീർത്തുകൊണ്ട് ഉദുമ ഡിവിഷൻ ചാമ്പ്യന്മാരായിരിക്കുന്നു. അതിന്റെ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുചരിത്രം തീർത്തിരിക്കുകയാണ് ടീം ഉദുമ. ഇതിന്റെ അണിയറ പ്രവർത്തനം നമ്മുടെ അടുപ്പുണ്ട്. എങ്ങനെ കാണുന്നു ഈ വിജയത്തെ? കൂടെ നിന്ന പ്രിയപ്പെട്ട എല്ലാ മത്സരാർത്ഥികളെയും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുകയാണ്. മത്സരത്തിന്റെ പല ഘട്ടങ്ങളിൽ താഴ്ന്നു പോവുകയും എന്നാൽ ഭയപ്പെടുകയും ചെയ്തു എന്ന് പലരും ധരിക്കുകയും ചെയ്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ SSF വിജയിക്കുകയാണ്. ഉദുമ ഡിവിഷൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ SSF വിജയിക്കുകയാണ്. വളരെ ദിവസങ്ങൾ നീണ്ടു നിന്ന പരിശീലനങ്ങളുടെ ഏറ്റവും നന്നായി പരിശീലിച്ചവർ ജയിക്കുമെന്ന് പറയുന്ന ആ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിജയിച്ചത് ഞങ്ങളുടെ പരിശീലനത്തിന്റെ വിജയമാണെന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. തീർച്ചയായും SSF വിജയിക്കട്ടെ എന്ന് വീണ്ടും പറയുകയാണ്. ടീം കാസർഗോഡ് വലിയൊരു തിരിച്ചറിവരാണ്. മുൻകാലങ്ങളിൽ കാസർഗോഡ് എങ്ങനെയാണ് ഉണ്ടായത്, അതിലേക്ക് തന്നെയാണ് വീണ്ടും കാസർഗോഡ് എത്തിയിരിക്കുന്നത്. താഴെ തട്ടിൽ നിന്ന് ഇന്ന് റണ്ണേഴ്സ് ആയിട്ടുണ്ട് ടീം കാസർഗോഡ്. എങ്ങനെ കാണുന്നു വിജയത്തെ? നമ്മളെ ഒരു 5-6 വർഷം മുമ്പാണ് സാഹിത്യോത്സവിൽ 1-2 സ്ഥാനങ്ങളൊക്കെ നേടിയിരുന്നത്. ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ 2ാം സ്ഥാനത്തിലേക്ക് കുതിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ആവേശമാണ് നമ്മുടെ ടീമിന് ഉണ്ടായിട്ടുള്ളത്. വല്ലാത്ത പരിശീലനം. അതെ, എല്ലാവരും കൂടുതൽ മത്സരാർത്ഥികളെ നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാനും നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, അഭിനന്ദനങ്ങൾ. ആദിത്യമരളിയെ ബദിയെടുക്ക സാഹിത്യോത്സവിലും 3ാം സ്ഥാനം കരസ്ഥമായിരിക്കുകയാണ്. ഒരു ചരിത്രം കൂടി ബദിയെടുക്ക തീർത്തിരിക്കുന്നു. ബദിയെടുക്കയുടെ മണ്ണിൽ ബദിയെടുക്കയിൽ നിന്ന് 3ാം സ്ഥാനം കരസ്ഥമാക്കി സെക്കൻഡ് റണ്ണേഴ്സ് ആക്കിയിരിക്കുന്നു. ബദിയെടുക്കയ്ക്ക് ഇതൊരു ചരിത്രമാണ്. ഇടുക്കയ്ക്ക് സ്വന്തമാക്കി ആദിത്യമരളിയെ ബദിയെടുക്ക 3ാം സ്ഥാനം സാഹിത്യോത്സവിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. കണ്ണിൽ കടൽ വരച്ചു, കാറ്റിൻ നടകളടച്ചു, കപ്പൽ പായ മുറിച്ചു, കാരാഗ്രഹം അറ്റം മുട്ടിയ ഭൂപട ചെരുവിൽ നമ്മൾ ഇരുട്ടി നീങ്ങുന്നു, അളന്നു ചുറ്റിയ